ഹലോ ഓൾ, എല്ലാവരും തകൃതിയായി എക്സാം പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ എക്സാം ഡിക്ലെയർ ചെയ്തത് 15-ാം തീയതിയാണ്. മാർച്ച് 15-നാണ് 5th സെമസ്റ്റർ എക്സാം ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ, കോവിഡ് സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിന് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഫുള്ളി കുട്ടികൾക്ക് എന്താ പറയാ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ 100% സ്കോർ ചെയ്യാൻ പറ്റും, ഗ്യാരണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ മതി. കൃത്യമായിട്ട് അതിന് പറയുന്ന പാറ്റേൺ പ്രകാരം നിങ്ങൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വെച്ചാൽ 100% മാർക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എന്തുകൊണ്ടെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് ഞാൻ ഇന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറയാം. ഓക്കെ, ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സിലാണ്. അതുപോലെ ഇലക്ട്രോഡൈനാമിക്സിനും പിന്നീട് പറയാം. അപ്പം ക്വസ്റ്റ്യൻ പാറ്റേൺ ഞാൻ പറയാം. കോവിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഞാൻ പറയാം. നമ്മുടെ മുമ്പത്തെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം ഷോർട്ട് ആൻസർ 10 മാർക്കിന് 10 എണ്ണം, അതുപോലെ പിന്നെ 7 ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്, അതുപോലെ പിന്നെ 5 മാർക്കിന്റെ പ്രോബ്ലംസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, പിന്നെ പ്രോബ്ലംസ്, പിന്നെ 2 എസ്സേ. ഇങ്ങനെയായിരുന്നു നമ്മുടെ പാറ്റേൺ. ഓക്കെ, അതെന്തോ ആവട്ടെ, ഇപ്പോഴത്തെ പാറ്റേൺ ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേൺ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ നടത്താൻ. ഓക്കെ, പാറ്റേൺ ഇങ്ങനെയാണ്. ഫസ്റ്റ് പാർട്ടിൽ മാറ്റുന്നത് നമുക്ക് ആകെ സെഷൻസ് വരുന്നത് ABCDE. ഓക്കെ, 5 സെഷൻസ് ആയിട്ടാണ് ഈ പാറ്റേൺ വരുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിന് ഓരോന്നിനും 1 മാർക്ക് വീതം. ഓക്കെ, ഒന്നാമത്തെ സെഷനിൽ 10 ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ആണ്, അല്ലെങ്കിൽ MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ്, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവാം. ഓക്കെ, സാധാരണ വരാറുള്ളത് 5 എണ്ണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ, അല്ലെങ്കിൽ പിന്നെ MCQ, പിന്നെ 6 മുതൽ 10 വരെ ട്രൂ ഓർ ഫാൾസും വരാറുണ്ട്. അപ്പൊ ഏത് രീതിയിലും ആവാം. അപ്പം ഇത് എത്രയായി 10 മാർക്സ് ആണ്. ഓക്കെ, ഇത് എല്ലാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഞാൻ പ്രത്യേക ഒരു കാര്യം ഇവിടെ വന്നപ്പോൾ പറയാണ്, ഈ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ പരമാവധി ഒരു സ്ഥലത്ത് എഴുതാൻ നോക്കുക. അത് നമ്പർ ഓർഡറിൽ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനി അറിയില്ല എന്ന് എഴുതുക. അപ്പൊ ഒന്നാമത്തെ അറിയാം, രണ്ടാമത്തെ അറിയില്ല, മൂന്നാമത്തെ അറിയാം, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റിലേക്ക് വെക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്ത് വെച്ചാലും ലാസ്റ്റ് ചെയ്ത് വെച്ചാലും നടുവിൽ ചെയ്ത് വെച്ചാലും എന്ത് ചെയ്യുക, 1, 2, 3 അങ്ങനെ 10 വരെ നമ്പർ ഇട്ടിട്ട് ഒരുമിച്ച് എഴുതുക. അത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിന് ഭയങ്കര കംഫർട്ടാണ്. ഓക്കെ, അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് ടീച്ചേഴ്സിന് സഹായമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇത് 1 to 10 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച മാർക്ക് ഇടുക അവര്. ഓക്കെ, ഒരു കുട്ടീന്റെ പേപ്പറിൽ 1 to 10 ഇത്ര മാർക്ക് നടുക. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പേജിൽ, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3ാമത്തെ പേജിൽ, പിന്നെ ബാക്കി 4ാമത്തെ പേജിൽ, അങ്ങനെയൊക്കെ ചിതറിയിട്ടാൽ ആ ടീച്ചറിന് അത് വാല്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വാല്യൂ ചെയ്യും, എന്നാലും അതൊരു ഫ്രസ്ട്രേഷന് കാരണമാവും. അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ കൊടുക്കണ്ടല്ലോ, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സന്ദർഭികമായി പറഞ്ഞത് മാത്രം. ഇനി രണ്ടാമത്തെ സെക്ഷൻ ബിയിൽ വരുന്നത് 7 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 7 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് 6 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, 6 എണ്ണം അറ്റൻഡ് ചെയ്യാൻ മതി. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്. അപ്പൊ എത്ര വരും? 12 മാർക്സ് വരും. ക്ലിയർ ആണല്ലോ? അങ്ങനെ, അതാണ് സെക്ഷൻ ബി. അപ്പൊ അവിടെ ചോയ്സ് ഉണ്ട്, മുമ്പ് അവിടെ ചോയ്സ് ഉണ്ടായിരുന്നില്ല അല്ലെ. പിന്നെ അടുത്ത സെഷൻ വരുന്നത് അതിനകത്തുനിന്ന് സി സെഷൻ. അതിൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്തുനിന്ന് വെറും 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. 7 ക്വസ്റ്റ്യൻസ് വെക്കും, അതിന് 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ്. അപ്പം 4, 5, 20 മാർക്സ് അവിടെ വരും. ഓക്കെ, ലോട്ടറി വരാൻ പോണ ഇവിടെ നിന്നല്ല, ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത സെക്ഷൻ പ്രോബ്ലം സെക്ഷൻ എന്ന് പറയും അല്ലെ. അതിൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് വെറും 3 എണ്ണം എഴുതിയാൽ മതി. അതിലൊരു ക്വസ്റ്റ്യന് 6 മാർക്കാണ്. 6 മാർക്ക്. അപ്പൊ 3, 6, 18 മാർക്സ്. ഓക്കെ, ഇതുമല്ല ലോട്ടറി വരാൻ പോണേ ഉള്ളൂ. ഇനി നോക്കാം, അടുത്ത സെഷൻ എസ്സേ പാർട്ടാണ്. അതിനകത്ത് 4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് 2 എണ്ണം എഴുതണം. അതിന് 10 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. ഇപ്പൊ എത്ര വരും? 20 മാർക്സ്. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി ഇതിൽ ശരിക്കും നോക്കി നോക്കും, നിങ്ങൾ 7 ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അതിന് 4 അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ പ്രോബ്ലംസ് 7 പ്രോബ്ലംസ് അല്ലേ, അതിന് 3 എണ്ണം നിങ്ങൾക്ക് എന്തായാലും പറ്റും. സിമ്പിൾ ഉണ്ടാവും, ഉറപ്പാണ്.
അല്ലെ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടറി എന്ന് പറയുന്നത് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ 3 സെക്ഷൻ എയും ഇയും ഒഴിച്ചിട്ടുള്ള ബാക്കി 3 സെക്ഷൻ, ഇതിൽ എന്തുണ്ട്? സീലിംഗ് ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഒന്നുകൂടെ കൺഫേം ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചാനലിൽ ഒരു പോസ്റ്റ് ഇടാം. ഈ ഭാഗം ഇതൊന്ന് കൺഫേം ചെയ്യണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഓക്കെ, ഒരു 10-ാം തീയതിക്കുള്ളിലൊക്കെ എന്തായാലും കൺഫർമേഷൻ തരും. സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നിങ്ങൾക്ക് ഇതില് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇതില് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഇനി വേറെ കാര്യം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പണ്ടേ ഒരു സംഭവമുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇവിടെ എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 7 ക്വസ്റ്റ്യൻസ് അല്ലെ? ഇതില് 6 അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾ 7 അറ്റൻഡ് ചെയ്തു എന്ന് എഴുതുക. 7 അറ്റൻഡ് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 6 ആണ് ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നന്നായി ഉത്തരം എഴുതിയ 6 ചൂസ് ചെയ്യുക. അതുപോലെ ഇവിടെ 7 ക്വസ്റ്റ്യൻസ് 4 എഴുതിയാൽ മതി. നിങ്ങൾ 7 എഴുതി എഴുതുക. അതിനകത്തെ 4 ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എഴുതിയ ആൻസേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 4 ചൂസ് ചെയ്യുക. അപ്പൊ പരമാവധി മാർക്ക് തരാനാണ്. പക്ഷെ ഇപ്പോ എന്താണ്? സീലിംഗ് ആണ്. എന്താണ് സീലിംഗ് എന്ന് പറഞ്ഞാല്, ഇവിടെ നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻസ് 6 അറ്റൻഡ് മതി. നിങ്ങൾക്ക് അത് 7 അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ 7 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 4 അറ്റൻഡ് ചെയ്യണം നിർബന്ധമാണ്. അതിനകത്ത് നിങ്ങൾക്ക് 7 അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഇവിടെ 3 അറ്റൻഡ് ചെയ്താൽ മതി. അത് നിങ്ങൾ 7 അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ സെക്ഷൻ പറയാം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറയും. നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് 18 മാർക്ക് ഉണ്ടാക്കി തരുന്നത്, നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന്റെ 2 സ്റ്റെപ്പ് ചെയ്യും, അതിന് 1 മാർക്ക് കിട്ടിയിരിക്കോ. അടുത്ത ക്വസ്റ്റ്യന് ഫുൾ ചെയ്ത് അതിന് ഫുൾ മാർക്ക് കിട്ടി. അങ്ങനെ നിങ്ങൾ പെറുക്കി എല്ലാ ക്വസ്റ്റ്യൻസിനും കൂടെ 3 അറ്റൻഡ് ചെയ്യണ്ടേ. അതിന് വരെ 7 അറ്റൻഡ് ചെയ്തിട്ട് 7 18 മാർക്ക് ഉണ്ടാക്കി തരുന്നത്, നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടും. ഓക്കെ, അല്ലാതെ 3 കറക്റ്റ് ആയി അറ്റൻഡ് ചെയ്താൽ 3 6 മാർക്ക് അങ്ങനെ പോയിട്ടല്ല കിട്ടുക. അതാണ് സീലിംഗ് എന്ന് പറഞ്ഞാൽ. അത് പുതിയ സ്കീം പ്രകാരം ഉണ്ട്. പുതിയ കുട്ടികളുണ്ടല്ലോ അവർക്കുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ സിലബസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കോവിഡ് ആയിട്ട് എന്താണ് സ്പെഷ്യൽ ഓഫറാണ്. പറഞ്ഞ ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് ഇതിൽ 6 അറ്റൻഡ് ചെയ്യണം, ഇതിൽ 4 അറ്റൻഡ് ചെയ്യണം, ഇതിൽ 3 അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ അറ്റൻഡ് ചെയ്യാം. ഇതിൽ 7 അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും അറിയുന്നത് മാത്രം എഴുതിച്ചു എഴുതുക. ചില ക്വസ്റ്റ്യൻസ് ഫുൾ അറിയാം, അപ്പൊ നിങ്ങൾ അറിയുന്നത് മാത്രം എഴുതി. എല്ലാ ക്വസ്റ്റ്യനും കുറച്ച് അറിയാൻ എഴുതുക. ആ കുറച്ച് മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസിന് പരമാവധി മാർക്കുകൾ വാങ്ങിക്കാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾ ഈ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് 5 മാർക്ക്, അങ്ങനെ 4 20 ഈ സെഷനിൽ മാക്സിമം കിട്ടുക. നിങ്ങൾ ഇതിൽ 7 കറക്റ്റ് ആക്കി എഴുതുക. 7 കറക്റ്റ് ആക്കിയാൽ 7 5 35 അല്ലേ? നിങ്ങൾക്ക് 35 കിട്ടൂല. എത്ര കിട്ടും? 20 കിട്ടും. മനസ്സിലായോ? അതുപോലെ ഇതിൽ 7 അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 7 6 42 മാർക്ക് കിട്ടും. 42 കിട്ടൂല, 18 കിട്ടും. ആ സെക്ഷനിലെ പരമാവധി അതിന്റെ സീലിംഗ് എന്ന് പറയുന്നത് 18 ആണ്. ഇതിന്റെ സീലിംഗ് എന്ന് പറയുന്നത് 20 ആണ്. ഇതിന്റെ സീലിംഗ് എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ഈ സീലിംഗ് പുതിയ സിലബസ് പ്രകാരമാണ് ഉള്ളത്. ഇതില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു നോട്ടിഫിക്കേഷൻ കണ്ടതാണ്. അപ്പോൾ ഒരു 99% ചാൻസ് ഉണ്ട്. എന്നാലും ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ഇനി എന്തായിരുന്നാലും ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണെങ്കിൽ അറ്റൻഡ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അങ്ങനെ അറ്റൻഡ് ചെയ്താൽ ഏതാണോ ബെസ്റ്റ് അതിന്റെ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഫോർ ഏതൊക്കെ നിങ്ങളുടെ 5th സെമ്മിലെ എല്ലാ സബ്ജക്ട്സിനും എക്സെപ്റ്റ് ഫോർ OC ഓപ്പൺ കോഴ്സിന്റെ എങ്ങനെയാണെന്ന് അറിയില്ല. ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ് 2, ഒപ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ഇതിനെല്ലാം ഈ പാറ്റേൺ ആണ്, സെയിം പാറ്റേൺ ആണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ 100% സ്റ്റുഡന്റ് ഫേവേർഡ് ആണ്. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാറ്റേൺ ആണ്. ഓക്കെ, അത് മറക്കരുത്. അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാവണം. ഓക്കെ, ഇതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? എക്സാം എഴുതിയാൽ തീർച്ചയായും നിങ്ങൾ ജയിക്കുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരിക്കും നിങ്ങൾക്ക് ഓഫറാണ്, നമ്മൾ ജയിപ്പിക്കുകയാണ് ശരിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കളി കളിക്കാൻ പറ്റും, നല്ല സ്കോർ ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് 5th-ലും 6th-ലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാറുള്ളത്. ഇത് അങ്ങനെയല്ല, നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിമെറിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ വരും. PG അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ വരും. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ പാറ്റേൺ പ്രകാരം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് പോർഷൻസിലേക്ക് പോവാം. ആദ്യം പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ആണ്. ബാക്കി സബ്ജക്ട്സ് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ, നിങ്ങളുടെ 1ാമത്തെ ചാപ്റ്റർ ഏതാണ്? പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് ആണ് അല്ലെ? പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് അല്ലെ? വേവ്സിന്റെ പാർട്ടിക്കിൾ നേച്ചർ അല്ലെ? പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ്, വേവ്സിന്റെ പാർട്ടിക്കിൾ നേച്ചർ.
ഇത് സിലബസ് പ്രകാരം ഇതിന് വരുന്ന മാക്സിമം മാർക്ക് 20 ഈ ചാപ്റ്ററിന് കൊടുത്തിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 20 മാർക്കാണ്. അത് എപ്പോഴും അങ്ങനെ ഫോളോ ചെയ്യാറൊന്നുമില്ല, എന്നാലും അത് നമുക്കൊരു 90% ഡിപ്പെൻഡ് ചെയ്യാം. ഈ ചാപ്റ്ററിന് 20 മാർക്കിന് ചോദിക്കും എന്നാണ് പറയപ്പെടുന്നത്. ടോട്ടൽ 80 അല്ലേ അങ്ങനെ. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു ഫോം ഇങ്ങനെയാണ്, ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യം പറയും, അങ്ങനെ ഓരോ ചാപ്റ്ററിലെയും പറയും, അതിനകത്ത് ഷോർട്ട് ആൻസർ എസ് ഒക്കെ പറയാം. ശേഷം പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് എക്സ്പെരിമെന്റ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്, ആ എക്സ്പെരിമെന്റ്സ് പറയാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം സെക്ഷൻസ്, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ് ഈ ചാപ്റ്ററിനകത്ത്. ഓക്കെ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഇപ്പൊ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്ന് അറിയാലോ അല്ലെ? പിന്നെ സബ്സ്റ്റൻസ് അബ്സോർബ്സ് ആൻഡ് റിഫ്ലെക്ട്സ് ആൾ കൈൻഡ് ഓഫ് റേഡിയേഷൻസ്. എല്ലാ റേഡിയേഷനും അബ്സോർബ് ചെയ്യുന്ന റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണെന്നുള്ളത് നമുക്കറിയാം. അതിന്റെ എല്ലാ തിയറിയും നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ഇനി അതിൽ പിന്നെ ഉണ്ടായ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഓക്കെ, 3 പ്ലോട്ടും കാണിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ട് അല്ലെ? എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ റെലീജിയൻസ് ഫോർമുലയും അതുപോലെ സ്റ്റെഫാൻ ലോയും അതുപോലെ പ്ലാങ്ക്സ് ലോ ആണത് പ്രൂവ് ചെയ്തത്. അതൊക്കെ ചോദിക്കാറുണ്ട്, 1 വേർഡിൽ ചോദിക്കാറുണ്ട്. പിന്നെ ഡാഷ് എക്സ്പ്ലെയിൻഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പെർഫെക്റ്റ്ലി. കൃത്യമായി ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? പ്ലാങ്ക് ആണ്. ഓക്കെ, പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല അറിഞ്ഞിരിക്കണം, അതുപോലെ റിലീജിയൻസ് ഫോർമുല അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം 8π/c³ ആ ഫോർമുല ഉണ്ടല്ലോ, അത് RJ ഫോർമുല. ഇനി മറ്റേതാകുമ്പോൾ അതിൽ e⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ നല്ലൊരു അല്ലേ? അത് നോക്കുക. ഓക്കെ, ആ ഭാഗം. അപ്പം ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ 3 തരം ഫോർമുലാസ്, ആ 3ന്റെയും പ്ലോട്ട്. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും പ്ലോട്ട് വരുന്നുണ്ട് അല്ലെ? എനർജി ഡെൻസിറ്റിയും അതുപോലെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് വരുന്നുണ്ട്. ഒറിജിനൽ പ്ലോട്ട് ഇങ്ങനെയാണ് അല്ലെ? അതിൽ റിലീജിയൻസ് ഫോർമുല എങ്ങനെയാണ് പോകുന്നത് അല്ലെ? ഇതാണ് RJ, ഇതാണ് പ്ലാങ്ക് അല്ലെ? പിന്നെ ഏതൊരു മീൻസ് ഡിസ്പ്ലേസ്മെന്റിലോ അങ്ങനെ പോകുന്നത് അല്ലെ? ഞാൻ വരച്ചു തന്നിട്ടുണ്ട്, ക്ലാസ്സിലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് അൾട്രാവയലറ്റ് കാറ്റാസ്ട്രോഫി അല്ലെ? UV കാറ്റാസ്ട്രോഫി അല്ലെ? അൾട്രാവയലറ്റ് കാറ്റാസ്ട്രോഫി. എന്താ അൾട്രാവയലറ്റ് കാറ്റാസ്ട്രോഫി? അതായത് റിലീജിയൻസ് ഫോർമുല പ്രകാരം നമ്മൾ സ്മാൾ ഫ്രീക്വൻസിയിൽ എന്താണ് എനർജി ഇൻഫിനിറ്റി ആവുന്നത് അല്ലെ? ഹയർ ഫ്രീക്വൻസിയിൽ അല്ലെ? ഹയർ ഫ്രീക്വൻസിയിൽ എനർജി ഇൻഫിനിറ്റി ആവുന്ന ഒരു റീജിയൻ ഉണ്ട്, അതിനെ എന്താ പറയാ? അൾട്രാവയലറ്റ് കാറ്റാസ്ട്രോഫി ആണ്. ഇതാണല്ലോ റിലീജിയൻസ് ഫോർമുലന്റെ പ്ലോട്ട് അല്ലെ? അപ്പം ഫ്രീക്വൻസി ഇങ്ങനെ കൂടുന്തോറും എന്ത് ചെയ്യും? എനർജി ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇവിടെ u(nu) അല്ലേ? അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അങ്ങനെ ഇൻഫിനിറ്റി എനർജി ലോസ് ചെയ്യുന്നത് നടക്കില്ല, അതൊരു കോൺട്രാഡിക്ഷൻ ആണ് അല്ലെ? ഒരു കാറ്റാസ്ട്രോഫിയാണ്, അതാണ് UV കാറ്റാസ്ട്രോഫി. അപ്പൊ അത് വരും. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. അത് എസ്സേ അല്ല കേട്ടോ, അത് ഷോർട്ട് ആൻസർ പാരഗ്രാഫ് ഒക്കെ ചോദിക്കാം. ഓക്കെ, ആ കഴിഞ്ഞ വർഷം ആ ഗ്രാഫ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്ലോട്ട് ദ എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓഫ് എ ബ്ലാക്ക് ബോഡി കണ്ടെയ്നിങ് ആൾ ദ 3 ലോസ്, പ്ലാങ്ക്സ് ലോയും പിന്നെ അതുപോലെ റിലീജിയൻസ് ഫോർമുലയും ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രാഫ് വരക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി അടുത്തതിൽ ഓഫ് കോഴ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഐൻസ്റ്റൈന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് അല്ലെ? അവിടെ എന്താണ്? അവിടെ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഉണ്ടല്ലോ, വരുന്ന ആളാണ്. എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞാൽ ഒരു മെറ്റാലിക് സർഫസിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു റേഡിയേഷൻ വരുന്നു, അത് ഒരു ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നു അല്ലെ? ഇതല്ലേ ഇലക്ട്രോൺ ഇവിടുന്ന് തെറിച്ചു പോകുന്നു. ഈ പ്രോസസ്സിനാണ് എന്താ പറയാ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വരുന്ന ഫോട്ടോന്റെ എനർജി hν, ഇതിനൊന്ന് പൊക്കാൻ വേണ്ടുന്ന എനർജി Wco, ഇതിന്റെ കൈനറ്റിക് എനർജി. അതല്ലേ ഉള്ളൂ, സിമ്പിൾ ഫോർമുല. ഇതാണ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അല്ലെ? എന്തായിരുന്നു? ഫോട്ടോണിന്റെ എനർജി ഇലക്ട്രോണിനെ പൊക്കാനും അതിന് കൈനറ്റിക് എനർജി കൊടുക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെ? അതുപോലെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? hν0. µ0 എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയില്ലേ അല്ലെ? ദ മിനിമം എനർജി റിക്വയർഡ് ടു ലിഫ്റ്റ് ദി ഇലക്ട്രോൺ. അതുപോലെ µ0 എന്നാണ് മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു ലിഫ്റ്റ് ദി ഇലക്ട്രോൺ അല്ലെ? അത് വെച്ചിട്ട് നമുക്ക് h × μ - µ0 = kTkg എന്നൊക്കെ പറഞ്ഞ വലിയ ഫോർമുലാസ് ഒക്കെ ഉണ്ടാക്കാൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതാണ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ? അതിന്റെ എക്സ്പ്ലനേഷൻ അത് ചോദിക്കാറുണ്ട്. പിന്നെ വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് കോംപ്റ്റൺ എഫക്റ്റ് ആണ്. കോംപ്റ്റൺ എഫക്റ്റ് ഒരു പക്ഷേ എസ്സേ ചോദിച്ചേക്കാം, കാരണം അതിന്റെ ഡെറിവേഷൻ കുറച്ച് ലെങ്തിയാണ് അല്ലെ? പിന്നെ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് അല്ലെ? എന്തായിരുന്നു? ലാംഡ
ഡെൽറ്റ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം സീറോ സി ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ ആവും. ഫോർമുല കൃത്യമായിട്ട് ഓർമ്മയില്ല, തന്നെ ആവും. ഡെൽറ്റ ലാംഡ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് അല്ലേ, അത് ഒരു മെറ്റീരിയലിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിന്നെ പുറത്തേക്ക് വരുന്ന റേഡിയേഷനിൽ വേവ് ലെങ്ത് കൂടുന്നതായിട്ട് കണ്ടു. ആ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ലാംഡ ഡാഷ് മൈനസ് ലാംഡ, അതാണ് ഡെൽറ്റ ലാംഡ. അത് എച്ച് ബൈ എം സീറോ സി ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ ആണെന്നുള്ളത് അല്ലേ. ഇതിനാണ് എന്താ പറയുക, എച്ച് ബൈ എം സീറോ സിക്കാണ് കോൺസ്റ്റന്റ് വേവ് ലെങ്ത് എന്ന് പറയാം, ലാംഡ സി കോൺസ്റ്റന്റ് വേവ് ലെങ്ത് എന്ന് പറയാം. ഈ ഭാഗം കുറച്ച് ഡെറിവേഷൻ ഉണ്ടായില്ലേ അല്ലെ, മൊമെന്റം കൺസർവേഷനും എനർജി കൺസർവേഷനും ഒക്കെ വെച്ചിട്ട് ഒരു ഡെറിവേഷൻ ഉണ്ട്, കുറച്ച് ലെങ്തിയാണ്. ഒരു പക്ഷേ ഭയങ്കര സാധ്യതയില്ല എസ് എ ആയിട്ട് ചോദിച്ചേക്കാം. പിന്നെ അതിന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ഭാഗത്തിൽ എന്തായാലും പറയാം. എന്താണ് ഇതിന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഈ ഫോർമുല വെച്ചിട്ട് അപ്പം ലാംഡ പ്രൈം എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്ന ആളുടെ ഫ്രീക്വൻസി വേവ് ലെങ്ത് ആണ്. അതുപോലെ ലാംഡ എന്ന് പറയുന്നത് വരുന്ന ആളുടെ വേവ് ലെങ്ത് ആണ് അല്ലെ, അവരുടെ ഡിഫറൻസ് ആണ് ഡെൽറ്റ ലാംഡ. എച്ച് ബൈ എം സീറോ സി 1 മൈനസ് കോസ് ഫൈ. ഫൈ എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആംഗിൾ ആണ്. ഓക്കെ, അതൊക്കെ നോക്കുക. ഓക്കെ, അത് വെച്ചിട്ട് പ്രോബ്ലംസ് സാധാരണ ചോദിക്കാറുണ്ട്. ചിലപ്പം വേവ് ലെങ്ത് ഷിഫ്റ്റ് ആവും ചോദിക്കാം. വേവ് ലെങ്ത് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഡ പ്രൈം മൈനസ് ലാംഡ ലാംഡ അല്ലെ, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓഫ് ദി സ്കാറ്റേർഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡ പ്രൈം ആണ്. അപ്പൊ ലാംഡ പ്രൈം ഈക്വൽ ടു ലാംഡ പ്ലസ് എച്ച് ബൈ എം സീറോ സി ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ എന്നുള്ള ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. ആ രീതിയിൽ അതിന് മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതിൽ വരുന്ന ഒരു സംഭവമാണ് പെയർ പ്രൊഡക്ഷൻ. അത് പിന്നെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഇതൊക്കെ ശരിക്കും ഒരു പ്രോസസ്സാണ്. ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു മുമ്പ് ഉണ്ടാവുന്ന സംഭവമാണ് ഇതൊക്കെ അല്ലെ. ആദ്യം പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ, എന്താണ് ലൈറ്റ് വന്ന് വെച്ചിട്ട് ഒരു ഇലക്ട്രോൺ തെറിപ്പിക്കുക. ആ വരുന്ന ആൾക്ക് കുറച്ചുകൂടെ എനർജി ഉണ്ടെങ്കിൽ കോംപ്റ്റൺ എഫക്ട് നടക്കും. കുറച്ചുകൂടെ എനർജി ഉണ്ടെങ്കിൽ അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ് പെയർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് വന്നിട്ട് ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണും ആവുന്ന പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ. ഇലക്ട്രോണിന്റെ മിനിമം എനർജി എത്രയാണ്, റസ്റ്റ് മാസ് എനർജി 0.511 MeV അല്ലെ, ഇതിൻ്റെതും 0.511 MeV. അപ്പൊ രണ്ടും കൂടെ കൂട്ടി എത്രയാണ് 1.02 MeV അല്ലെ. 1.022 MeV ഉണ്ടെങ്കിൽ മിനിമം ഉണ്ടെങ്കിൽ എന്നല്ല, പെയർ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടുന്ന മിനിമം എനർജിയാണ് 1.02 MeV. ഒരു ഫോട്ടോൺ വന്നിട്ട് ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണും ആയിട്ട് മാറുന്നത് അല്ലെ. അതാണ് ഇതിന്റെ പ്രൂഫും കൂടിയും, അതായത് ഈക്വൽ ടു mc², അതിന്റെ പ്രൂഫും കൂടിയാണത് അല്ലെ. അപ്പം ഫോട്ടോൺ ഒരു ലൈറ്റ് വേവ് വന്നിട്ട് എന്ത് ചെയ്യാണ്, മെറ്റീരിയൽ ആയിട്ട് മാറണം അല്ലെ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഇലക്ട്രോണും പോസിട്രോണും ആയിട്ട് മാറണം അല്ലെ. അപ്പൊ ഇയാളുടെ എനർജി 0.511, ഇയാളുടെ എനർജി 0.511. അപ്പൊ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എനർജി കൺസർവേഷൻ നടണമെങ്കിൽ വരുന്ന ആൾക്ക് മിനിമം എത്ര എനർജി വേണം, ഇത് രണ്ടും കൂടെ കൂട്ടിയത് 1.02 MeV അല്ലെ. അതുപോലെ അത് നടക്കണമെങ്കിൽ എന്താണ് ഒരു ന്യൂക്ലിയസിന്റെ പ്രസൻസ് വേണമെന്ന് പറയുന്നത് അല്ലെ. അതൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഷോർട്ട് ആൻസർ പ്രതീക്ഷിക്കാം. എസ് എ ഒന്നും അതിന് ചോദിക്കില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതുമായി ബന്ധപ്പെട്ട് UV കാറ്റാസ്ട്രോഫി, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഐൻസ്റ്റൈൻ്റെ എക്സ്പ്ലനേഷൻ, പിന്നെ കോംപ്റ്റൺ എഫക്ട്, അതിന്റെ പ്രോബ്ലംസ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത് വരുന്ന ചാപ്റ്റർ ആണ് വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ. ചാപ്റ്റർ 2 ആണ് വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ്. ഇതിന് 22 മാർക്കാണ് സിലബസിലുള്ള ഡിസ്ട്രിബ്യൂഷൻ. ഈ ചാപ്റ്ററിന് 22 മാർക്കിന് ചോദിച്ചേക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം പറയുന്നത് എന്താണ്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉണ്ടല്ലോ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണാനുള്ള പ്രോബ്ലംസ് കിട്ടാറുണ്ട്. എന്താണ് ഡി ബ്രോഗ്ലി വേവ് അല്ലെങ്കിൽ മാറ്റർ വേവ് അല്ലെ. ഇതെന്താ പറയുന്നത്, വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾസ് വേവ് ആയിട്ട് ബിഹേവ് ചെയ്താൽ എന്നുള്ളതാണ് ഇത് പറയുന്നത് അല്ലെ. അങ്ങനെ ബിഹേവ് ചെയ്താൽ അത്തരം വേവ്സിനാണ്, ഇപ്പൊ നമ്മളൊരു പാർട്ടിക്കിൾ ആണ് അല്ലെ, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വേവ് ആണ് മാറ്റർ വേവ്സ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് അല്ലെ. അവരുടെ വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h/p അല്ലെ. ഇനി ലാംഡ ഈക്വൽ ടു h/p എന്നുള്ളത് അതിന്റെ എനർജിക്ക് അനുസരിച്ച്, കൈനറ്റിക് എനർജിക്ക് അനുസരിച്ച് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് കാൽക്കുലേഷൻ ചെയ്യാറുണ്ട്. അത് ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു പ്രത്യേക ചാർട്ടൊക്കെ വെച്ചിട്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് എന്താണ് മാറ്റർ വേവ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് നോക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ ഡി ബ്രോഗ്ലി വേവ് ആണ്. പിന്നെ വരുന്നത് ഗ്രൂപ്പ് വെലോസിറ്റിയും അതുപോലെ ഫേസ് വെലോസിറ്റി അല്ലെ.
ഫേസ് വെലോസിറ്റിയും ഗ്രൂപ്പ് വെലോസിറ്റിയും അല്ലെ, ഒമേഗ ബൈ കെയും ഡി ഒമേഗ ബൈ ഡി കെയും. ഓക്കെ, എന്താണ് ഗ്രൂപ്പ് വെലോസിറ്റി, എന്താണ് ഫേസ് വെലോസിറ്റി എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. എന്തായിരുന്നു ഇത്തരം വേവ്സ് എന്താണ്, ഒരു പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേവ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതെന്താണ് ശരിക്കും കുറെ ഇൻഡിവിജ്വൽ വേവ്സ് കൂടിയതാണ്. അത്തരം വേവ്സിനാണ് ഫേസ് വേവ്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഞാനൊരു പാർട്ടിക്കിളാണ്, ഞാൻ എന്ന് പറയുന്ന ഒരു വേവ് ആണെന്ന് കരുതുക, എനിക്കൊരു വേവ് നാച്ചർ ഉണ്ട് കരുതുക. അപ്പം ഞാനുമായിട്ട് അസോസിയേറ്റ് സത്യത്തിലുണ്ട് കുറെ ചെറിയ വേവ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ട്. ആ വേവ്സിനാണ് ഫേസ് വേവ്സ് എന്ന് പറയാം. അതിന്റെ വെലോസിറ്റിയാണ് ഫേസ് വെലോസിറ്റി. ഇനി ഞാനുള്ള സ്ഥലത്ത് ആ വേവ്സ് എല്ലാം കൂടെ ഇന്റർഫിയർ ചെയ്യും, അതിനെയാണ് ആ ഗ്രൂപ്പ് ഓഫ് വേവ്സിനാണ് ഗ്രൂപ്പ് വേവ്സ് എന്ന് പറയാം അല്ലെ. അതിന്റെ വെലോസിറ്റിയാണ് ഗ്രൂപ്പ് വെലോസിറ്റി. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന സംഭവമാണ് ഷോ ദാറ്റ് ദ ഗ്രൂപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അല്ലെ. ഞാൻ പറഞ്ഞു ഞാനുമായി അസോസിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഉണ്ട്, അതിന്റെ വെലോസിറ്റി വി ജി ആണെന്ന് എഴുതുക അല്ലെ. അതന്നെയാണ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. പ്രൂവ് ദാറ്റ് വി ജി ഈക്വൽ ടു വി എന്ന് പറഞ്ഞൊരു പ്രോബ്ലം നമ്മൾ പ്രത്യേകം ചെയ്താണ്. അത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. എന്താണ് ഗ്രൂപ്പ് വേവ് ഫേസ് വേവ് എന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ഫോർമുല എന്താണ്, ഒമേഗ ബൈ കെയും ഡി ഒമേഗ ബൈ ഡി കെയും. അതുപോലെ വി ജിയും വിയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ്, ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളുള്ള ഗ്രൂപ്പ് വെലോസിറ്റി എന്താ, ഫേസ് വെലോസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ അന്ന് ചെയ്തിരുന്നു. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ഇത് എന്തായാലും ചെയ്യാം. നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം, ഏറ്റവും നല്ലത്. ആസ് എ ടീച്ചർ ഞാൻ പറയുന്നത് എല്ലാം പഠിക്കണം. പക്ഷെ നിങ്ങളിപ്പം എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഉദ്ദേശം കൂടെ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ ചാപ്റ്ററിൽ വരുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്, അതിന്റെ ആപ്ലിക്കേഷൻ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, പ്രത്യേകിച്ചും നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ക്രോസ് ബൈ 2 നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിന്റെ അൺസർട്ടനിറ്റി മാക്സിമം ആക്കി എടുത്തിട്ട് നമ്മൾ അതിന്റെ മിനിമം എനർജി കാണുന്ന ഒരു പ്രോസസ് ഉണ്ട് അല്ലെ. എന്നിട്ട് ബീറ്റ ഐക്യയിലെ എമിഷനായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ഭാഗം, അത് ഇമ്പോർട്ടന്റ് ആണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് ചോദിക്കും, അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അതാണ് ആ ചാപ്റ്റർ എന്നുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ, വേറെ കാര്യമായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ എന്താണ്, ആറ്റോമിക് സ്ട്രക്ചർ അല്ലേ. ആറ്റോമിക് സ്ട്രക്ചർ, അതിന് ആകെ 15 മാർക്കേ ഉള്ളൂ. പക്ഷെ ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ബോർ മോഡൽ അല്ലെ, അതായത് സെമി ക്ലാസിക്കൽ അപ്രോച്ച് ഓഫ് ബോർ ആറ്റോമിക് മോഡൽ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് ചെയ്തതാണ്. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കാൻ എങ്ങനെയാവും, എക്സ്പ്ലെയിൻ ബോർ മോഡൽ ആൻഡ് ഒബ്റ്റെയിൻ ദി എനർജി ലെവൽസ് ആൻഡ് സ്പെക്ട്ര, അല്ലെങ്കിൽ എനർജിയോ അതുപോലെ എനർജി ഐഗൺ വാല്യൂസ് കാണാനൊക്കെ ആവും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ പ്രകാരമുള്ള ആ ഇക്വേഷനും അതുപോലെ എനർജി സ്പെക്ട്ര കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, പിന്നെ 1/λ ഫോർമുലയൊക്കെ അല്ലേ. അത് നമുക്ക് കൃത്യമായിട്ട് റിക്കാൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ബോർ മോഡൽ അല്ലെ, സെമി ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിരുന്നു അല്ലെ, വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലെ. ഹൈഡ്രജൻ സ്പെക്ട്ര ഒക്കെ കിട്ടി നമ്മളതിന്റെ പിന്നെ സീരീസ് ഒക്കെ കണ്ടില്ലേ, ബാർമ സീരീസ്, വാഷൻ സീരീസ് അല്ലെ, അങ്ങനെ സീരീസ് ഒക്കെ കണ്ട് വേവ് ലെങ്ത് ഒക്കെ കണ്ട ആ ഭാഗം, അതൊരു എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് എസ്സേ. കോംപ്റ്റൺ എഫക്ട് സാധ്യതയുള്ള എസ്സേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇത് ഒരു പക്ഷെ കുറച്ചുകൂടെ സാധ്യത കൂടുന്ന എസ്സേയാണ് ബോർ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എസ്സേ 4 ചോദിക്കാം, 2 എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ശരിക്കും ബോർ മോഡല്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് അല്ലെ. ആ സീരീസിന്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, പിന്നെ 1/ni² - 1/nf² എന്നൊക്കെ പറഞ്ഞ ഫോമില്ലേ, വേവ് ലെങ്ത് ആണല്ലേ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓരോ സീരീസിന്റെ പിന്നെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ബാർമ സീരീസിന്റെ ഫസ്റ്റ് ലൈനോ അല്ലെങ്കിൽ ലാസ്റ്റ് ലൈനോ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്തോ അല്ലെങ്കിൽ ലാർജസ്റ്റ് വേവ് ലെങ്തോ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഓക്കെ, നോക്കുക. പിന്നെ ചാപ്റ്ററിൽ ആകെ ഒരു ഭാഗമുള്ളത് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. എന്താണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്താണ് ഓർമ്മയില്ലേ, എന്താണ്, ഇത്രയേ ഉള്ളൂ. ക്വാണ്ടം നമ്പർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസിക്കൽ റിസൾട്ട്സ് കാണിക്കുന്നുള്ളത്, ഇത്രയേ ഉള്ളൂ അല്ലെ. വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഹയർ ക്വാണ്ടം നമ്പേഴ്സ് ക്വാണ്ടം മെക്കാനിക്സ് ഷോസ് ക്ലാസിക്കൽ റിസൾട്ട്സ്. ക്വാണ്ടം നമ്പർ കൂടിക്കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസിക്കൽ റിസൾട്ട്സ് കാണിക്കും എന്നുള്ളതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ.
അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അത് എസ്സേക്ക് സാധ്യതയില്ല, ഷോർട്ട് ആൻസർ ആകുമ്പോൾ നമുക്ക് ആ ഡെറിവേഷൻ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ കറസ്പോണ്ടൻസിലൂടെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അത് നോക്കാം. അപ്പൊ അത്രയുള്ള ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്റർ. ഇനി അടുത്ത ചാപ്റ്ററാണ് ഒരു 1.5 ചാപ്റ്റർ. അതാണ് നാലാമത്തെ ചാപ്റ്റർ, വേവ് മെക്കാനിക്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 37 മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിലബസിലായി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ചോദിക്കാറുണ്ട്. ഓക്കെ, 37 മാർക്സ്. ഓക്കെ, അതിനകത്ത് എപ്പോഴും സാധാരണയായി ചോദിക്കാറുള്ള ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് വേവ് ഫംഗ്ഷൻ. എന്താണ് വേവ് ഫംഗ്ഷൻ? വാട്ട് ഈസ് വേവ് ഫംഗ്ഷൻ? നമ്മൾ തൊട്ടുമ്പോ പറഞ്ഞത് മാറ്റർ വേവ്സ് ഉണ്ട്. ഈ മാറ്റർ വേവ്സിന്റെ അസോസിയേറ്റ് ചെയ്ത വേരിയിങ് ക്വാണ്ടിറ്റി എന്താണ്, വേവ് ഫംഗ്ഷൻ ആണ്. ഒക്കെ പറഞ്ഞല്ലോ ക്ലാസ്സിൽ. ഇപ്പം വാട്ടർ വേവ്സിൽ വാട്ടറിന്റെ ഹൈറ്റ് ഓഫ് ദി വാട്ടർ സർഫസ് വേരി ചെയ്യും. അതുപോലെ പിന്നെ സൗണ്ട് വേവ്സിൽ പ്രഷർ വേരി ചെയ്യും. അങ്ങനെ ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യും. അതുപോലെ മാറ്റർ വേവ്സിൽ വേരി ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. അല്ലെ, പിന്നെ ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ഡയറക്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞിരുന്നു. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം പിന്നെ അത് ചോദിക്കാറുണ്ടോ, വൈ വേവ് ഫംഗ്ഷൻ ഹാസ് നോ ഡയറക്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തത്? എന്തുകൊണ്ടായിരുന്നു? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താവാം, നെഗറ്റീവ് ആവാം. നെഗറ്റീവ് ആയാൽ ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള ക്വാളിറ്റി നെഗറ്റീവ് ആവും, വിച്ച് ഈസ് മീനിങ്ലെസ്. നെഗറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പാർട്ടിക്കിളിനെ കാണാൻ പറ്റില്ല എന്നുള്ളത് അല്ലെ, ആ ഒരു ഭാഗം. അതുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി മോഡ് സൈ സ്ക്വയർ ആണ് എടുക്കാറുള്ളത്. മോഡ് സൈ സ്ക്വയർ ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. മോഡ് സൈ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത് പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഇത് വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ അല്ലെ. വാട്ട് ഈസ് എ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ? അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം അല്ലെ, വാട്ട് ഈസ് എ വേവ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ട് കുറച്ച് 5 മാർക്കിന് ചോദിച്ചിട്ട് വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ഒക്കെ പറയണം. അല്ലെങ്കിൽ വാട്ട് ഈസ് എ പിന്നെ പെർഫെക്റ്റ് വേവ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ, എന്തൊക്കെയായിരുന്നു? സൈ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് അല്ലെ, അതായിരുന്നു ഒരു കണ്ടീഷൻ. അതുപോലെ പിന്നെ സൈ ഷുഡ് ബി നോർമലൈസബിൾ അല്ലെ, when x tends to plus or minus infinity psi tends to 0 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അല്ലെ ആ ഭാഗം. അതാണ് ഇത് psi should be continuous and single valued, psi and its derivatives must be continuous and single valued. അതുപോലെ ഇതിന്റെ നോർമലൈസേഷൻ കണ്ടീഷൻ ഒക്കെ പറഞ്ഞു വരുന്ന ആ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചോദിക്കാറുണ്ട്. രണ്ടാമതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ഫോമും അതുപോലെ ടൈം ഡിപെൻഡന്റ് ഫോമും, രണ്ട് ഫോമും അതിന്റെ ഡെറിവേഷൻ. ഓക്കെ, നമ്മള് പിന്നെ psi equal to a e raised to minus I e by h close into e t minus tx അല്ലെ, I by h close into e t minus tx ഇങ്ങനത്തെ ഒരു ഫോർമുലയിൽ നമ്മള് പിന്നെ മൊമെന്റവും അതുപോലെ എനർജിയും ഒക്കെ കണ്ടിട്ട് നമ്മള് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ഡെറിവേഷൻ ചെയ്യാറുണ്ടല്ലോ. ആ ഡെറിവേഷൻ സ്റ്റഡി സ്റ്റേറ്റ് ഫോം ഡിറൈവ് ചെയ്യാം അല്ലെ. എന്നിട്ട് പിന്നെ ടൈം ഇൻഡിപെൻഡന്റ് ഫോമും ടൈം ഡിപെൻഡന്റ് ഫോമും രണ്ട് ഫോം ഉണ്ട്. ആ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, ആ വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഷ്രോഡിംഗർ ഇക്വേഷൻ അതിന്റെ ഡിഫറെന്റ് ഫോംസ് അല്ലെ. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ഒക്ടെയിൻ എന്ത് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് ചോദിക്കാറുണ്ട്. ഇനി അടുത്തായിട്ടുള്ളത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഉണ്ടല്ലോ. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറഞ്ഞാൽ ഭാഗമല്ലോ, 1 ഡയമെൻഷണൽ ബോക്സ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും എസ് എ ചോദിക്കാറില്ല. എങ്ങനെ അറിയാം? ടൈം ഡിപെൻഡന്റ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ കാണാൻ പറയും, അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയും. എന്നിട്ട് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അത് അപ്ലൈ ചെയ്തുകൊണ്ട് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ എനർജി ഐഗൺ വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറയും. മനസ്സിലായോ? വേവ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു 1 ഡയമെൻഷണൽ ബോക്സിന്റെ √2/L sin n by x by L അല്ലെ, ഇതായിരുന്നു. അതുപോലെ എനർജി En equal to n² π² h² by 2mL². ഇത് വെച്ചിട്ട് അല്ലെ 1 ഡയമെൻഷണൽ ബോക്സ് 0 to L ലെങ്ത് അല്ലെ, ഇതിലൊരു പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്താൽ അതിന്റെ വേവ് ഫംഗ്ഷൻ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഭാഗം അല്ലെ. മിക്കവാറും ചോദിക്കാറുള്ള ഷ്രോഡിംഗേഴ്സ് ഇക്വേഷനും അതുപോലെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സും അല്ലെ. obtain Schrodinger's equation and hence solve the problem of a particle trapped in a box അല്ലെ. എന്നിട്ട്
അതിന്റെ വേവ് ഫംഗ്ഷനും എനർജി ഐഗൺ വാല്യൂസും കാണുന്നു. എനർജി ഐഗൺ വാല്യൂസ് നമ്മൾ അത്രയേ ഉള്ളൂ, ഈ ഫോർമുല കാണാം. n = 1 2 3 എക്സെട്ര അല്ലേ, ആ ഭാഗം ഡിറൈവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ, ക്വാണ്ടം മെക്കാനിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ എന്ന് ഞാൻ പറയാം. ഓക്കെ, അതാണ് വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്നത്. മറ്റൊന്നുള്ളത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെ. നമ്മൾ 5 പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞിരുന്നു അല്ലെ, വേവ് ഫംഗ്ഷൻ, അതുപോലെ പിന്നെ ഓപ്പറേറ്റേഴ്സ് അല്ലെ, പിന്നെ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ ഫംഗ്ഷൻസ്, പിന്നെന്തായിരുന്നു ടൈം ഡെവലപ്മെന്റ് ഓഫ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം, അങ്ങനെ എന്തോന്നും കൂടെ ഉണ്ടായിരുന്നു അല്ലെ, വിട്ടുപോയി തോന്നുന്നു, ഞാൻ മറന്നുപോയി. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, അത് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെ. അതിൽ ആ രീതിയിൽ അല്ലെ നമ്മൾ ഓപ്പറേറ്റേഴ്സ്, ഐഗൺ വാല്യൂസ്, വേവ് ഫംഗ്ഷൻ, അതുപോലെ ടൈം ഡെവലപ്മെന്റ്, പിന്നെ എന്തോ ഒരു സംഗതിയും കൂടെ ഉണ്ടായി മറന്നുപോയി അല്ലെ, ആ വെൽബിങ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ ക്വാണ്ടം കമ്മ്യൂട്ടേറ്റർ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ പറയുന്ന ആ ഭാഗം എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. പിന്നെ കുറച്ച് ഒരു സാധ്യത കാണുന്നത്, എസ്സേക്ക് ഒരു സാധ്യത കാണുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആണ്. ടണൽ എഫക്ട് പഠിച്ചില്ലേ നമ്മള്, എന്തായിരുന്നു അത്, ഒരു പൊട്ടൻഷ്യൽ എന്ന് എഴുതുക അല്ലെ, അതിന്റെ ഹൈറ്റ് വി ആണെന്ന് എഴുതുക, ഇവിടെ ഒരു പാർട്ടിക്കിളിന്റെ അതിന്റെ എനർജി ലെസ് ദാൻ വി ആണെന്ന് എഴുതുക. ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യാം, അത് ടണൽ ചെയ്ത് ഇങ്ങോട്ട് പോകാനുള്ള ഒരു പ്രോബിലിറ്റി അല്ലെ, ഇതിന്റെ പ്രോബിലിറ്റി t = -2a2 അല്ലോ, അങ്ങനെ എന്തോ ഒരു ഫോർമുല നമ്മൾ ഡെറിവേറ്റീവ് ഓർമ്മയുണ്ട്, അറിയില്ല. f⁻f/a⁻a എന്ന് പറഞ്ഞൊരു ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ വേവ് ഫംഗ്ഷൻസ് i1, ഇവിടെ ψ2, ഇവിടെ ψ3 ഒക്കെ കണ്ടിട്ട് റീജിയൻ 1 2 3 ക്ലാസിഫൈ ചെയ്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി ഒക്കെ കണ്ടൊരു ഭാഗം, അതാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ഓക്കെ, അതൊരു എസ്സേക്ക് സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും റോഡിംഗർ ഇക്വേഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യാച്ചാൽ പിന്നെ അതൊന്നും അത്ര പണിയുള്ള കേസല്ല, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. പക്ഷെ അതിലേറെ ഇമ്പോർട്ടന്റ് ആണ് വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ, അത്. പിന്നെ അതിന്റെ ലാസ്റ്റ് ഭാഗം, ചാപ്റ്ററിന്റെ ലാസ്റ്റ് വരുന്ന ഹാർമോണിക് ഓസിലേറ്റർ ആണ്. ഹാർമോണിക് ഓസിലേറ്ററിന്റെ വേവ് ഫംഗ്ഷൻ ഒന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ എനർജി ചോദിക്കാറ് അല്ലേ. ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി എന്തായിരുന്നു, n+12 × hν എന്നാവാം, അല്ലെങ്കിൽ n+12 × h×ω. ഇതാണ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇത്, n = 0 1 2 3 etc അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, സീറോ പോയിന്റ് എനർജി അല്ലെ. സീറോ പോയിന്റ് എനർജി എന്തായാലും സീറോ പോയിന്റ് എനർജി when n = 0 e = E0 അല്ലെ, എന്തായിരുന്നു, പിന്നെ 0 + ½ h×ω എന്തായാലും ½ h×ω വരും അല്ലെ. അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി 0 അല്ല, പകരം എന്താണ് ½ h×ω ആണ്. അതിനാണ് സീറോ പോയിന്റ് എനർജി എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിക്കാറുണ്ട്, അല്ലാതെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി ചോദിക്കാറില്ല. വേറെ അതിന്റെ വേവ് ഫംഗ്ഷനോ അല്ലെങ്കിൽ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ചോദിക്കാറില്ല. ഓക്കെ, അതാണ് ഇത് 4ാമത്തെ ചാപ്റ്റർ. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്, 37 മാർക്കാണ് വരുന്നത്. ഓക്കെ, മറ്റേ ലാസ്റ്റ് ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഹൈഡ്രജൻ ആറ്റം. അത് ഒരു പക്ഷേ എന്താ പറയുക, എല്ലാവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടായേക്കാവുന്ന ചാപ്റ്റർ ആണ്. എന്താണെന്ന് അറിയില്ല, എനിക്കറിയില്ല, നിങ്ങളൊരു അതെനിക്കറിയില്ല, സാധാരണ കുട്ടികളെ ബുദ്ധിമുട്ടെന്ന് പറയാറുള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആകെ 3 സംഗതികളെ പഠിക്കാൻ പാടുള്ളൂ, അത് 3 കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യും. ഒന്ന്, എസ്സേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള എന്താണ്, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ഇൻടു ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞ സിസ്റ്റത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് അല്ലേ. ഷ്രോഡിംഗർ ഇക്വേഷൻ എന്തായിരുന്നു, d²d(x² + 2m/h² × e - v ψ = 0 അല്ലെ. ഇത് വെച്ചിട്ട് ഈ v എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ 1/4πε0 എന്തായിരുന്നു, e²r ഓർക്കണില്ല അല്ലെ. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇവിടെ പ്രോട്ടോൺ, അതിന്റെ ചാർജ് +e, ഇവിടെ ഇലക്ട്രോൺ അല്ലെ. അപ്പൊ 1/4πε0 q1 q2/r അല്ലെ പൊട്ടൻഷ്യൽ എനർജി. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് സോൾവ് ചെയ്യാം അല്ലെ. എന്നിട്ട് നമ്മുടെ എക്സിനെയും അതുപോലെ ഇത് 1 ഡയമെൻഷനിലാണ്, 3 ഡയമെൻഷനിലാണ്. അപ്പൊ dx²/dx², d²/dy², d²/dz² ആവും. എന്നിട്ട് ഇതെന്താണ്, r ആണ്. അപ്പൊ കാർട്ടീഷ്യൻ പറ്റൂല, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആക്കണം. എന്നിട്ട് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആക്കുക, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ചെയ്യാം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ആണ്. സംഗതി ഒരു പക്ഷേ അത് കുറച്ചൊരു മാത്തമാറ്റിക്കലി കുറച്ചൊരു എന്താ പറയുക ലെങ്തി ആയിട്ടുള്ള പ്രോസസ് ഒക്കെ ആയേക്കാം. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാപാടാക്കിയാലും കുഴപ്പമില്ല.
അത്ര നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഒന്ന് മനസ്സിലാക്കി പരമാവധി മനസ്സിലാക്കി പഠിക്കുക. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഭാഗത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്ഐ ക്വസ്റ്റ്യൻ അല്ലെ. സ്ക്രോഡിംഗർ ഇക്വേഷൻ വെച്ചിട്ട് ഹൈഡ്രജൻ ആറ്റം സോൾവ് ചെയ്യാം അല്ലെ. എന്നിട്ട് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് ക്വാണ്ടം നമ്പേഴ്സിലേക്ക് എത്തുക അല്ലെ. അതിൽ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് സംഭവമാണ് ക്വാണ്ടം നമ്പേഴ്സ് അല്ലെ. ക്വാണ്ടം നമ്പേഴ്സ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസീമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, അങ്ങനെ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ. ആ ക്വാണ്ടം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും അല്ലെ. എന്താ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? പിന്നെ നോ ടു പാർട്ടിക്കിൾസ് ഇൻ എ സ്റ്റേറ്റ് ക്യാൻ ഹാവ് ഓൾ സെറ്റ് ഓഫ് സെയിം ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് രണ്ട് പാർട്ടിക്കിൾ ഒരിക്കലും സെയിം ആവില്ല എന്ന് പറയുന്ന പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് ആണ് രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സീമാൻ എഫക്ട് അല്ലെ. The splitting of spectral lines in the presence of an external magnetic field അല്ലെ. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ആറ്റത്തിന്റെ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് സീമാൻ എഫക്ട് എന്ന് പറയുക. അതിന്റെ ഒരു കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് മൂന്നാണ് ഈ ചാപ്റ്റർ പഠിച്ചാൽ മതി. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിൽ കുറെ എന്താണ് റേഡിയേറ്റീവ് ട്രാൻസിഷൻസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കുറച്ച് ലെങ്തി ആണെന്നൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, ഇത് മൂന്നേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. 5 ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ്. ഇനി നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാറുള്ള കുറച്ച് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് അല്ലെങ്കിൽ അപ്പാരറ്റസുകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, എന്തായാലും ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇത് ഞാൻ ഇത് പഠിക്കാൻ പറയണെന്ന് അറിയോ? എക്സ്പെരിമെന്റ്സും അതുപോലെ അപ്പാരറ്റസും ആണ്. അതിനെന്തായാലും ഒരു ഡയഗ്രം ഉണ്ടാവും അല്ലെ. ആ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കുക, ആ ഡയഗ്രാം വരച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം വെറുതെ ചെയ്യുക. അല്ലാതെ നിങ്ങൾ കൂടുതലായും മസിൽ പിടിച്ചു പിന്നെ റിസ്ക് കൊടുക്കൊന്നും വേണ്ട. ആ ഡയഗ്രാംസ് നോക്കുക, എന്നിട്ട് അത് 2-3 പ്രാവശ്യം വരച്ചു പഠിക്കുക. ഡയഗ്രാംസ് ഒരിക്കലും നോക്കി പഠിക്കരുത് കേട്ടോ. അതിപ്പോ എന്താണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് വെച്ചിട്ട് എക്സാം ആണെന്ന് വരില്ല. ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം വരക്കുക, പോവാ. അതിന് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഈ എല്ലാ എക്സ്പെരിമെന്റ്സും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത് വരുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് അല്ലെ. അതിന്റെ ഒരു പിന്നെ എന്താണ് ഒരു കാഥോഡ് ട്യൂബും അല്ലെ, പിന്നെ ഒരു പൊട്ടൻഷ്യലൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന ഒരു സംഭവം അല്ലെ. ഇവിടെ ഒരു പ്ലേറ്റ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം അല്ലെ. ആ ഡയഗ്രാം ഒന്ന് പഠിച്ചു വെക്കുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് 1. 2 വരുന്നത് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് അല്ലെ. ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് അല്ലെ. അതായത് അത് എന്താന്ന് ഞാനൊന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് എൻക്ലോസ്മെന്റ് ഓഫ് ലൈറ്റ് ഇൻ ടു ജോമെട്രിക്കൽ ഷാഡോ അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു സൂചി നമ്മൾ വെച്ചിരുന്നത് അതിലേക്ക് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ സൂചിയുടെ നിഴല് കാണും. ആ നിഴല് നമ്മൾ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ വെളിച്ചം കാണാം അല്ലെ. അതിലേക്ക് വെളിച്ചം കടന്നു കയറുന്നതിനാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയാം. എൻക്രോച്ച്മെന്റ്, നുഴഞ്ഞു കയറ്റം അല്ലെ, അതാണ്. അപ്പൊ അത് സാധാരണ ലൈറ്റ് വെച്ചിട്ട് ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു. ഡേവിസൺ ആൻഡ് ജെർമർ എന്ത് ചെയ്തു? പാർട്ടിക്കിൾസിന് വേവ് നാച്ചർ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇതേ എക്സ്പെരിമെന്റ് ഇലക്ട്രോൺസിനെ വെച്ചിട്ട് ചെയ്തു. ഇലക്ട്രോൺസിനെ അടിച്ചിട്ട് എന്ത് ചെയ്തു? ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഉണ്ടാക്കി. അത് മെറ്റൽസിൽ അല്ലെ. നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ട് 2D സയൻറ്റിസ്റ്റ് നമ്മളവിടെ പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതാണ് ഡിഫ്രാക്ഷൻ അല്ലെ. അപ്പൊ ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് അല്ലെ. എന്താണ് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് എന്നുള്ളത്? അത് ഭയങ്കര സിമ്പിളാണ്, അത് പഠിക്കാം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. മൂന്നാമതായിട്ട് വരുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഒരു സാധ്യത കാണണം നിങ്ങൾ കേട്ടോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇതും അതേ സംഭവമാണ് അല്ലെ. അതായത് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ശരിക്കും എന്താണ്? നമ്മളിങ്ങനെ വെച്ച് നോക്കുന്ന സാധനമാണ്, മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ലൈറ്റ് അല്ലെ. ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് നോക്കി കാണാൻ പറ്റുള്ളൂ, മാഗ്നിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ലെൻസ് കൂടെ ലൈറ്റ് പോയി ഫോക്കസ് ചെയ്തിട്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതേ സംഭവം. പാർട്ടിക്കിൾസിന് വേവ് നാച്ചർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാണ്. ഇലക്ട്രോൺസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഇത് പ്രൂവ് ചെയ്യാം. മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുക അല്ലെ, മാഗ്നിഫൈ ചെയ്യാം അല്ലെ. അതിന് ഭയങ്കര മാഗ്നിഫിക്കേഷൻ പവറാണ് അല്ലെ. അപ്പൊ എന്താ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ചാർജഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്യാൻ എന്ത് വേണം? എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ ഒക്കെ വേണ്ടി വരും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കുക? അവിടെ ലെൻസ് ഒന്നും ഇല്ല, ഫീൽഡാണ്. ആ ഫീൽഡ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമ്മൾ പഠിക്കുക. വളരെ സിമ്പിൾ ആണത്. ജസ്റ്റ് ആ ചിത്രം വരച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ ഫുൾ മാർക്കായി
കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പെരിമെന്റ്സും അതുപോലെ ഗ്രാഫും ഡയഗ്രാംസും ഒന്നും അങ്ങനെ വിട്ടു പോകരുത്. അതൊന്ന്. അടുത്ത വരുന്നത് ഫ്രാങ്ക് ഹെർട്സ് എക്സ്പെരിമെന്റ് ആണ്. ഫ്രാങ്ക് ഹെർട്സ് എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ആറ്റോമിക് സ്പെക്ട്രം പ്രൂവ് ചെയ്യുന്നത് അല്ലെ, ആറ്റോമിക് എനർജി ലെവൽസ് പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിനൊരു ഗ്രാഫാണ് ഇമ്പോർട്ടന്റ് അല്ലെ. ആ എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞാണ് അത് ചെയ്യാം. പിന്നെ അധികം സാധ്യതയില്ല എന്നാൽ ജസ്റ്റ് നോക്കുക, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്, STM, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, നോക്കണമെന്ന് നിർബന്ധമല്ല, സമയം ഉണ്ടെങ്കിൽ നോക്കുക. ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഹൈഡ്രജൻ ആറ്റത്തിൽ വരുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെന്റ്. സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെന്റ് അല്ലേ, GERLAC അല്ലേ, സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെന്റ്. ഇലക്ട്രോൺസിന്റെ 2 സ്പിൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്. ഭയങ്കര സിമ്പിൾ ആണ് അല്ലെ. ഒരു എന്താ പറയാ, ഹോഷു മാഗ്നറ്റ് ഒക്കെ വെച്ചിട്ട് അതിലൂടെ ഇലക്ട്രോൺസിനെ കടത്തി വിട്ടപ്പോൾ കുറെ ഇലക്ട്രോൺസ് മുകളിലേക്കും കുറെ ഇലക്ട്രോൺസ് താഴേക്കും ഡീവിയേറ്റ് ചെയ്ത് പോയി എന്നൊക്കെ തെളിയിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. യൂട്യൂബിൽ എന്റെ വീഡിയോസ്, ആനിമേഷൻ വീഡിയോസ് തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ ഭയങ്കര എളുപ്പമാണ്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം അത് ഒരു പ്രാവശ്യം എസ്സേ ആയിട്ട് ചോദിച്ചു. വാട്ട് ഈസ് സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് എസ്സേ ആണ് ചോദിച്ചു അല്ലെ. അത് എസ്സേ ആയിട്ട് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്ന് നമ്മൾ വാല്യൂ ചെയ്തപ്പോൾ ഞങ്ങളൊക്കെയാണ് വാല്യൂ ചെയ്തില്ല. അപ്പം വാല്യൂ ചെയ്തപ്പോൾ ഞങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ അത് അതിന്റെ ഡയഗ്രാം എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. 10 മാർക്ക് അതിന് മാത്രമല്ല. അത് സ്പേസ് ക്വാണ്ടൈസേഷന്റെ കൺഫർമേഷൻ ആണ്. ഓക്കെ, സ്പേസ് ക്വാണ്ടൈസേഷന്റെ കൺഫർമേഷൻ കൂടിയാണ് സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെന്റ് അല്ലെ. സ്പിൻ പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ്. ഓക്കെ, അത് എന്തായാലും ചെയ്യാം. ഓക്കെ, അതാണ് എക്സ്പെരിമെന്റ്സും സെറ്റപ്പുകളും. ഓക്കെ, ഫോട്ടോഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റ് സെറ്റപ്പ്, ഡേയ്സൺ-ജർമർ എക്സ്പെരിമെന്റ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഫ്രാങ്ക് ഹെർട്സ് എക്സ്പെരിമെന്റ്, അതുപോലെ സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെന്റ്. ഓക്കെ, ഇനി വരുന്ന ഭാഗം പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസിൽ നമുക്ക് ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഫോട്ടോൺസ് ആൻഡ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ്. ഫോട്ടോൺസ് ആൻഡ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ എന്തായിരുന്ന ഫോർമുല 1+gh കൃത്യമായിട്ട് ഓർമ്മയില്ല, അത് നോക്കാം കേട്ടോ. ഫോട്ടോൺസ് ആൻഡ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞത്, അതുപോലെ ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയില്ലേ, അവിടുന്ന് ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി കേട്ടോ, എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 2 പ്രോബ്ലംസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, അതൊന്ന് നോക്കാം. അതാണ് ഫോട്ടോൺസ് ആൻഡ് ഗ്രാവിറ്റി എന്നുള്ളത്. അതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡി ബ്രോഗ്ലി വേവ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള പ്രോബ്ലംസ് ആണ്. ഡി ബ്രോഗ്ലി വേവ്സ് വെച്ചിട്ട് എങ്ങനെയാണ് പല കേസിൽ അല്ലെ, റിലേറ്റിവിസ്റ്റിക് കേസ്, നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ഒക്കെ വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണാം, ഡി ബ്രോഗ്ലി വേവ്സ് എങ്ങനെ കാണാം, അതുപോലെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ടെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്സ് എങ്ങനെ കാണാം എന്ന് പറഞ്ഞു വരുന്ന ഒരു കോളം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിരുന്നു. അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ SSCT കുറച്ച് പ്രോബ്ലംസും ചെയ്താണ്. ഒരു ബോളിൻ്റെ, അതുപോലെ 1 MeV പ്രോട്ടോൺ ഉണ്ട്, 1 MeV ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അത് നോക്കുക. പിന്നെ വരുന്നത് 1 ഡയമെൻഷണൽ ബോക്സ് എന്നുള്ള പ്രോബ്ലംസ് ആണ്. 1 ഡയമെൻഷണൽ ബോക്സ് എന്നുള്ള പ്രോബ്ലംസ്, 1 ഡയമെൻഷണൽ ബോക്സിൽ പ്രധാനമായിട്ട് വരുന്ന പ്രോബ്ലംസ് അതിന്റെ എനർജി കാണാനുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട്. n²π²h²/2ml² ആണല്ലോ ഫോർമുല അല്ലേ, ഇതല്ലേ ഫോർമുല. ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ കേൾക്കണോ? ഒരു ബോക്സ്, ഓക്കെ, ഒരു ബോക്സ് ഉണ്ട്, അതിന്റെ ആകെ എത്ര 9 നാനോമീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ. ഇതിന്റെ ലെങ്ത് 9 നാനോമീറ്റർ. അതിനകത്ത് ഒരു ഇലക്ട്രോൺ ട്രാപ്ഡ് ആയി. അതിന്റെ എനർജി എത്ര, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എത്രയാണുള്ളത്? പലരും അത് ആൻസർ ചെയ്തില്ല, പക്ഷെ അത് 1 ഡയമെൻഷണൽ പ്രോബ്ലത്തിലെ ക്വസ്റ്റ്യൻ ആണ് അത് അല്ലെ. അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n=1 അല്ലെ. പൈ അറിയാം, h അറിയാം. h എന്ന് പറഞ്ഞാൽ 1.05 × 10⁻34 അല്ലെ, ജൂൾ സെക്കൻഡ്. m മാസ് ഓഫ് ഇലക്ട്രോൺ ആക്കാം, 9.1 × 10⁻31. L തന്നിട്ടുണ്ട് 9 നാനോമീറ്റർ. ഇത് വെച്ചിട്ട് ഈ എനർജി കാണുന്നത് സിമ്പിൾ അല്ലേ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഹാർമോണിക് ഓസിലേറ്റർ n+12 hν എന്ന് പറഞ്ഞ ഫോർമുല പഠിച്ചില്ലേ, അത് വെച്ചിട്ട് ഒരു പക്ഷേ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയോ അങ്ങനത്തെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. അതുപോലെ കോംപ്റ്റൺ എഫക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വേവ് ലെങ്ത് ഷിഫ്റ്റ് കാണാനുള്ളത്, അത് ചോദിക്കാം. ഓക്കെ, മിക്കവാറും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വ്യൂ വരുന്നു, അത് സ്കാറ്റർ ചെയ്ത് പോകുന്നു, ആംഗിൾ എത്രയാണ്, അപ്പം സ്കാറ്റർ ചെയ്ത വേവ് ലെങ്ത് എത്രയാണ്, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഷിഫ്റ്റ് എത്രയാണ്. വേവ് ലെങ്ത് ഷിഫ്റ്റ് പറഞ്ഞാൽ ഡെൽറ്റ ലാംഡ കണ്ടത്, സ്കാറ്റേർഡ് ഇതിന്റെ ചോദിച്ചാൽ ലാംഡ ഡാഷ് കണ്ടത്. അങ്ങനെ ഓരോന്നും അങ്ങനെ പ്രോബ്ലംസ് നമ്മൾ ചെയ്താണ്, അത് അങ്ങനെ ചോദിക്കാം. പിന്നെ വരുന്നത് എക്സ്പെക്ടേഷൻ വാല്യൂ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ.
എക്സ്പെക്ടേഷൻ വാല്യൂ അത് പിന്നെ ഭയങ്കരമായിട്ട് ചോദിക്കാറില്ല, എന്നാലും എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് അറിയാലോ. എന്താണ് എക്സ്പെക്ടേഷൻ വാല്യൂ? ഇന്റഗ്രൽ 0 to പിന്നെ ഇൻഫിനിറ്റി സൈ സ്റ്റാർ പിന്നെ ജി ഓഫ് സൈ ഡി ടോ ഡിവൈഡഡ് ബൈ നോർമലൈസേഷൻ. അതിന്റെ ഫോർമുല പഠിച്ചാണ് എക്സ്പെക്ടേഷൻ വാല്യൂ ആണുള്ളത്, അത് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ റെയർ ആയിട്ട് നമ്മുടെ ക്വാണ്ടം കമ്മ്യൂട്ടേറ്റർ ഉണ്ടല്ലോ, ക്വാണ്ടം കമ്മ്യൂട്ടേറ്റർ പഠിച്ചില്ലേ? ക്വാണ്ടം കമ്പ്യൂട്ടർ x, px equal to IH ക്രോസ് ഇങ്ങനെ വരുന്ന കുറച്ച് ഭാഗങ്ങൾ പഠിച്ചില്ലേ? അത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഒരു പ്രാവശ്യം ചോദിച്ചത് x, px സ്ക്വയർ ആണ് അല്ലേ? അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ആ ക്വാണ്ടം കമ്പ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ ഭാഗം നോക്കുക അത്. ഓക്കെ, ഇത്രയൊക്കെയാണ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സിന് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഭാഗങ്ങൾ. ഇനി ഇതില് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ മുഴുവൻ പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100% സ്കോർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം ബാക്കി ഞാൻ സിലബസിൽ ഇനി ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വിട്ടിട്ടുണ്ടോ നിങ്ങളും ജസ്റ്റ് ഒന്ന് വെരിഫൈ ഉണ്ടോ. എന്നെ എങ്ങനെ അടച്ചു വിശ്വസിക്കൊന്നും വേണ്ട, ഒരുപക്ഷെ എനിക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തെറ്റൂലേ. അപ്പൊ അത് വേണ്ട, ഒന്ന് നോക്കുക, എന്നിട്ട് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഒന്നും വിട്ടുപോരുത്, പ്രത്യേകിച്ചും ആ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും വിട്ടുപോരുത്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്തായാലും നോക്കണം, എന്നിട്ട് സമയത്തെ ബാക്കി നോക്കിയാൽ മതി, എന്നാലും ഇത് എന്തായാലും നോക്കണം. ഓക്കെ, അതുപോലെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2 സോൾവ് ചെയ്യുക. അത് നമുക്ക് എന്നും മടിയാണ്, അത് പറഞ്ഞാൽ എന്തോ നമുക്കൊരു അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങൾ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിർത്തുന്നു സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും, ഒരു സംശയമില്ല. നിങ്ങൾ ബുക്കിൽ നോക്കിയായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാതെ ആൻസർ ചെയ്യാൻ നോക്കാം. അതിന് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതൊന്ന് നോക്കി മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, അത്രയൊക്കെയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ മുഴുവൻ വീഡിയോസും വരുന്നൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു ഓൾ.